എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെഡിറ്റേഷൻ ക്ലാസിന്റെ 17ാമത്തെ സെഷനാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീമതി ശ്രീകല മധു അവറുകളെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള ക്ലാസ്സിനുമായി എല്ലാവർക്കും നന്ദിയുണ്ടാവട്ടെ. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ഗുരുസ്മരണയോടുകൂടി തന്നെ തുടങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇപ്പം ഈ ഇതില് ആത്മാവിനം യാത്രയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അടുത്ത ആഴ്ചയല്ലേ പോകുന്നേ? 15-ാം തീയതി മുതൽ യാത്ര ആരംഭിക്കുകയാണ്. ഇവര് പലരും യാത്ര പങ്കെടുക്കുന്നവര് തന്നെയാണ്. അല്ല, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണിത്. അപ്പം ഇന്നിപ്പോ ഇവിടെ ക്ലാസ്സില് നമ്മൾ ചെയ്യുന്നത് കൂടാതെ എല്ലാ ദിവസവും കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും അവരവരുടെ ഗൃഹങ്ങളിൽ നിന്നും ഈ യാത്രയ്ക്ക് മുമ്പ് ഇത് ചെയ്യേണ്ടതാണ്. കാരണം ആത്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ അന്വേഷിച്ചുള്ള യാത്രയാണ്. അപ്പൊ നമ്മളത് ഉള്ളിലേക്ക് പോകണം. അപ്പം എന്നും ഈ 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നമ്മള് ഒരു ഉള്ളിലേക്ക് പോയി എത്തിയാലാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ അവിടുത്തെ ആ എനർജിയും അവിടുത്തെ എല്ലാ അനുഭവമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരാഴ്ച പോകുന്നതിന് ഒരാഴ്ച മുമ്പ്, ഇപ്പൊ ഇനി ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. അപ്പം എല്ലാ ദിവസവും കുറച്ച് ധ്യാനം, അതുപോലെ നാമം ജപിച്ച് ചിത്തശുദ്ധിയോടുകൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ മനസ്സ് അതുപോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. നല്ലത് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭഗവാനെ അനുഭവിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അത് ഈ പറഞ്ഞ ചിത്തശുദ്ധിയോടുകൂടി നമ്മള് എല്ലാം ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും അയോധ്യയിലൊക്കെ ആണെങ്കിലും അമ്പലത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. രാമനെ അവിടെ നമുക്ക് അവിടുത്തെ ആ വൈബ്രേഷനൊക്കെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും 10 മിനിറ്റ് എങ്കിലും അവരവരുടെ സ്ഥലത്തിരുന്ന് കുറച്ച് കണ്ണടച്ചിരുന്ന് ധ്യാനം ശീലിക്കണം. അതിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ ഇന്ന് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യണത് നമുക്കൊരു ഹീലിംഗ് മെഡിറ്റേഷൻ ആണ് നമ്മളിവിടെ എടുക്കണത് ഇന്ന്. അത് പോകുന്നതിന് മുമ്പ് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പൊ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണത്. അപ്പം നമുക്ക് ധ്യാനത്തിനായിട്ട് ആദ്യം തയ്യാറെടുക്കാം. നട്ടെല്ല് നിവർത്തി സുഖകരമായൊരു സ്ഥലത്ത് സുഖാസനത്തിലിരിക്കാം. കൈകൾ രണ്ടും തുടയിൽ മലർത്തി വിശ്രമിക്കാൻ അനുവദിക്കുക. എന്നിട്ട് ദീർഘമായി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ശ്വാസം ഒരിക്കൽ കൂടി ദീർഘമായി സാവകാശത്തിൽ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക് വിടാം. ഇപ്പോൾ നിങ്ങൾ മലർത്തിവെച്ച കൈവെള്ളകളുടെ മധ്യഭാഗത്ത് അവിടെ ചെറിയ പ്രകാശ ബിന്ദുക്കൾ രൂപം കൊള്ളുന്നതായി അറിയുക. നിങ്ങളുടെ കൈവെള്ളയുടെ മധ്യഭാഗത്ത് പ്രകാശ ബിന്ദുക്കൾ രൂപം കൊള്ളുന്നതായി അറിയുക. ഈ ബിന്ദുക്കൾ നിങ്ങളുടെ കൈവെള്ളകളെ മുഴുവൻ തടവുന്നതായി സങ്കല്പിക്കുക. പിന്നീട് ആ ബിന്ദുക്കൾ അവിടെ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാകുന്നു.
ദീർഘമായി സാവധാനം ശ്വാസം എടുക്കാം. മെല്ലെ പുറത്തേക്ക് വിടാം. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളം കൈയിലെ സമ്മർദ്ദങ്ങൾ മുഴുവൻ അയഞ്ഞതായി അറിയുക. ഉള്ളം കൈ ഇപ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കുന്നു. ഇനി അവിടെ നിന്നും നിങ്ങളുടെ ശ്രദ്ധ കൈത്തണ്ടയിലേക്കും ചുമലിലേക്കും കൊണ്ടുവരിക, തോളുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈത്തണ്ടയുടെ അടിഭാഗം, മുകൾ ഭാഗം, തോളുകൾ എന്നിവിടങ്ങളിലെല്ലാം ആ ചെറിയ പ്രകാശബിന്ദുക്കൾ രൂപം കൊള്ളുന്നതായി അറിയുക. ഏതാനും സെക്കൻഡുകളിലേക്ക് ഈ പ്രകാശബിന്ദുക്കൾ ഒന്നാവുകയും പിന്നീട് അവ ചിതറിപ്പോകുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചുമലിലും കൈത്തണ്ടയിലും കൈയുടെ മുകൾ ഭാഗത്തും എല്ലായിടത്തുമുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനും വേദനയും എല്ലാം പതിയെ വിട്ടുപോകുന്നതായി നിങ്ങളുടെ കൈകളും തോളുകളും കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ആരോ നിങ്ങളെ പതിയെ തലോടുന്നത് പോലെ ഒരു ചെറിയ ഊഷ്മളമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു. കൈകൾ സ്വസ്ഥവും ശാന്തവും ആയി അനുഭവപ്പെടുന്നു. ഇനി പതിയെ ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരാം. കഴുത്തിന്റെ മധ്യഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രകാശബിന്ദുക്കൾ കഴുത്ത് മുഴുവൻ വ്യാപിക്കുകയാണ്. പിന്നെ ആ ബിന്ദുക്കൾ ഒന്നിച്ച് ഒരു പ്രകാശഗോളമായി മാറുന്നു. അത് പിന്നെയും ബിന്ദുക്കളാകുന്നു. ബിന്ദുക്കളായി ചിതറി മുഴുവൻ കഴുത്തിലും വ്യാപിക്കുന്നു. കഴുത്തിലെ മുഴുവൻ സമ്മർദ്ദവും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ശ്രദ്ധ ശിരസ്സിലേക്ക് കൊണ്ടുവരാം. ശിരസ്സിന്റെ മധ്യഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രകാശബിന്ദുക്കൾ ശിരസ് മുഴുവൻ വ്യാപിക്കുകയാണ്. വീണ്ടും ആ പ്രകാശബിന്ദുക്കൾ ഒന്നിച്ച് ഒറ്റ പ്രകാശഗോളമാകുന്നു. അത് പിന്നെയും ബിന്ദുക്കളായി ചിതറുന്നു.
ഇപ്പോൾ ശിരസ്സിലെ മുഴുവൻ സമ്മർദ്ദവും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നെറ്റിയിലെയും തലയിലെയും എല്ലാ സമ്മർദ്ദവും അകന്ന് ശാന്തമായിരിക്കുന്നു. ഇനി കവിളുകൾ, മൂക്ക്, ചുണ്ട്, താടി ഇവിടെയെല്ലാം ആ പ്രകാശ ബിന്ദുക്കൾ വ്യാപിക്കുന്നതായി അറിയുക. പിന്നീട് അവ ഒന്നാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഖത്തെ സമ്മർദ്ദം മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും ആയിരിക്കുന്നതായി അറിയുക. മുഖത്തെ പേശികളിലെ എല്ലാ സമ്മർദ്ദവും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. സ്വർണ്ണ നിറമുള്ള പ്രകാശബിന്ദുക്കൾ നിങ്ങളുടെ മുഖത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് നിങ്ങൾക്ക് ഉന്മേഷവും ആഹ്ലാദവും ആശ്വാസവും നൽകുന്നു. പിന്നീട് ആ പ്രകാശകണികകൾ നിങ്ങളുടെ നെഞ്ച്, വയറ്, പൊക്കിൾ ഈ ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും വ്യാപിച്ചിറങ്ങുന്നു. പൊക്കിളിന്റെ മുകളിൽ വെച്ച് അവ പരസ്പരം കൂടിച്ചേരുകയും ചിതറുകയും ചെയ്യുന്നതായി കാണാം. ഈ പ്രകാശഗോളങ്ങൾ സ്പർശിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലായിരിക്കുകയാണ്, റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ദീർഘമായി സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കാം, പുറത്തേക്ക് വിടാം. ഇനി നിങ്ങളുടെ ഇടുപ്പുകൾ, അരക്കെട്ട്, തുട, കാൽമുട്ടുകൾ, കണങ്കാൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ആ പ്രകാശബിന്ദുക്കൾ സഞ്ചരിക്കുന്നതായി അറിയുക. നിങ്ങളുടെ കാൽമുട്ടുകളിൽ ആ പ്രകാശബിന്ദുക്കൾ ഒത്തുചേർന്ന് ഒരു പ്രകാശഗോളമാകുകയും അവിടെ നിന്നും പൊട്ടിച്ചിതറി വീണ്ടും കാലുകളിലേക്കും പാദങ്ങളിലേക്കും വ്യാപിക്കുന്നതായി അറിയുക. ആ പ്രകാശബിന്ദുക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ നല്ല റിലാക്സേഷൻ ലഭിച്ചതായി അറിയുക. നിങ്ങളുടെ അരക്കെട്ട്, തുട, കാൽമുട്ടുകൾ, കണങ്കാൽ, പാദങ്ങൾ എല്ലാം ഇപ്പോൾ പരിപൂർണ വിശ്രമാവസ്ഥയിലായതായി അറിയുക. നിങ്ങൾക്കിപ്പോൾ പുതിയ ഉന്മേഷവും സന്തോഷവും അനുഭവപ്പെടുന്നു.
എന്തെന്നാൽ എല്ലായിടത്തും പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. ഇനി ഈ പ്രകാശകണികകൾ ശരീരത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും ഹൃദയത്തിന്റെ ഭാഗത്ത് ഒന്നുചേരുകയും ചെയ്യുന്നു. അല്പനിമിഷങ്ങൾക്ക് ശേഷം അത് പൊട്ടിച്ചിതറി പ്രകാശബിന്ദുക്കളായി ശരീരം മുഴുവൻ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളെയും അത് ഇല്ലാതാക്കുകയാണ്. എവിടെയെങ്കിലും സമ്മർദ്ദം അഥവാ ടെൻഷൻ ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ഈ പ്രകാശകണികകളെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ നീർക്കെട്ടോ ചതവോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഈ പ്രകാശകണികകൾ കടന്നു വരുന്നതായി സങ്കല്പിക്കുക. ആ പ്രകാശകണികകൾ ഒരുമിച്ച് ഗോളാകാരമാകുന്നതും വീണ്ടും ചിതറി എല്ലായിടത്തും വ്യാപിക്കുന്നതായും സങ്കല്പിക്കുക. സ്വർണവർണ്ണമാർന്ന ആ കിരണങ്ങൾ നിങ്ങളുടെ വേദന, മറ്റു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഒപ്പിയെടുക്കുന്നു. ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി സാവധാനത്തിൽ ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കാം, പുറത്തേക്ക് വിടാം. ഇനി ഞാൻ 15 തവണ ഓംകാര മന്ത്രം ജപിക്കാം. ആ സമയത്ത് എവിടെയാണോ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളത് അവിടെയായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ 15 തവണ ഓം മന്ത്രം ജപിക്കും. നിങ്ങൾ മനസ്സിൽ അത് ആവർത്തിക്കുക.
ഓംകാരമന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ നിങ്ങളുടെ അസുഖമുള്ള ശരീരഭാഗം മുഴുവൻ നിറയുന്നതായി അറിയുക. ആ സ്പന്ദനങ്ങൾ സ്വർണവർണ്ണമുള്ള പ്രകാശകിരണങ്ങളുടെ ഊർജത്തിൽ നിറഞ്ഞ് ആ ഭാഗം മുഴുവൻ സുഖം പ്രാപിപ്പിക്കുന്നതായി നിങ്ങൾ അറിയുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്. ദീർഘമായി സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കാം, പുറത്തേക്ക് വിടാം. ചുറ്റുപാടുകളെ അറിഞ്ഞ് മെല്ലെ കണ്ണുകൾ തുറക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് ശങ്കര. ഈ വളരെ നന്ദി. ഈ പ്രകാശരശ്മികൾ നമ്മുടെ ശരീരത്തിലൂടെ ആ ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു അനുഭൂതി ആയിരിക്കില്ലേ തീർച്ചയായും നമ്മൾ അയോധ്യയിലെ ശ്രീരാമസ്വാമിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ ആ സംഗമസ്ഥാനത്ത് നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അതല്ലെങ്കിൽ കാശിയിൽ വിശ്വനാഥനെ ദർശിക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ഇതൊക്കെ തന്നെയല്ലേ? അതെ, അത് തന്നെയാണ്. അത് നമ്മളെ ആ നിമിഷങ്ങളാണ് നമ്മളൊരു 5 or 10 അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 5 നിമിഷം അല്ലെങ്കിൽ 10 നിമിഷം ആ ഭഗവാനെ അല്ലെങ്കിൽ അല്ലെ ആ ഒരു നിർവൃതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു ശ്രദ്ധ ആ ഭഗവാനിൽ അർപ്പിക്കുവാൻ. കാരണം നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സിലും അല്ലെ മനസ്സിലൊക്കെ വളരെ മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അലയുന്ന ഒരു അല്ലെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് ആ ഒരു 5 നിമിഷം ഈവൻ നമ്മൾ ശബരിമലയിൽ 41 ദിവസം നമ്മൾ വ്രതമെടുത്ത് നോയമ്പ് നോറ്റ് നമ്മൾ ആ കരിമലയും നീർമലയും എല്ലാം ചവിട്ടി ആ 18 പടികളും കയറി ആ ഭഗവാനെ ക്യൂവിൽ നിന്നുകൊണ്ട് ആ ഭഗവാനെ ദർശിക്കുന്ന മാത്രയിൽ അല്ലെ ആ ഒരു ദർശന സുഖം കിട്ടുന്ന ആ ഒരു നിമിഷമാണ് എനിക്ക് തോന്നുന്നു ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.
എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് തെറ്റാവാം, തെറ്റാണെങ്കിൽ തിരുത്തുക. അല്ല, അത് മാത്രല്ല, നമ്മള് ഈ ആ ആ, ഭഗവാനെ അവിടെ ആ, വിഗ്രഹത്തിന് മുമ്പിൽ മാത്രല്ല, ശബരിമല മുഴുവനും നമ്മൾക്കത് അനുഭവിക്കാൻ അനുഭവപ്പെടാൻ സാധിക്കും. ഭഗവാന്റെ അതായത് പൂങ്കാവനവും ഭഗവാൻ, അല്ലെ, ഭഗവാൻ അതെ. നിലനിൽക്കുന്ന ആ ആ, ഈ 18 മലകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലെത്തും. ഇപ്പൊ ഈവൻ അയോധ്യയിലാണെങ്കിൽ, പ്രയാഗ്രാജിലാണെങ്കിൽ ആ ഗംഗാ നദിയും യമുനയും സരസ്വതിയും എല്ലാം നമ്മുടെ മനസ്സിൽ ഓടിയെത്തും, അല്ലെ? അതെ അതെ അതെ. അപ്പൊ അത് എല്ലാ ദിവസവും ഇങ്ങനെ 10 ദിവസം ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുക. ഇപ്പോ ഈ നിമിഷം ചെയ്ത നിമിഷം തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി ഉളവായി. അത് കാരണമാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചോദിച്ചത്. കാരണം നിങ്ങളൊക്കെ യാത്രയിൽ പങ്കെടുക്കാൻ നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ദർശനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ അയോധ്യ ആണെങ്കിൽ അയോധ്യ എന്ന സ്ഥലം, പവിത്രമായ സ്ഥലം, അതുപോലെ പ്രയാഗ്രാജ് എന്നുള്ള പുണ്യമായ സ്ഥലം, കുംഭമേള നടന്ന ആ സ്ഥലം, സംഗമസ്ഥാനം, അതേപോലെ, അല്ലെ? അപ്പൊ ആ പ്രദേശങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുവാനും ഒരു മനസ്സിന് പുതിയൊരു എനർജി രൂപപ്പെടുത്തുവാനാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയറിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പം അപ്പം കലയപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ വയറിലാണ് അതിനെ എല്ലാം ആ പ്രകാശകിരണങ്ങളെ വയറിലോട്ട് ഇതാക്കുകയും ആ ഓങ്കാരമന്ത്രങ്ങൾ വയറിനെ ഇതാക്കിയപ്പോൾ ഒരു ഒരു സ്പന്ദനങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യം തന്നെയാണ്. അതെനിക്ക് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ ഞാൻ അത് കൂടുതൽ ഇപ്പോൾ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാവാം അതങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഗുരുക്കന്മാര് ഒക്കെ ചെയ്യുന്ന ഒരു ഇതാണത്, ഹീലിംഗ് മെഡിറ്റേഷൻ ആണത് ഇങ്ങനെ. അപ്പം കാരണം നമ്മളുടെ ശരീരം സുഖാണെങ്കിൽ അല്ലേ, നമുക്ക് മനസ്സും ശരീരവും ഒക്കെ നന്നായിട്ട് ഇരുന്നാലേ നമുക്ക് ആ ഒരു ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീകൃഷ്ണനെ നമ്മൾ വൃന്ദാവനത്തിൽ പോയി, ഇത്തവണ ഇങ്ങനെ. അതെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യിച്ചത്. വളരെ മനോഹരമായി പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ഈ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്ത പലർക്കും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീമതി ഇന്ദിരാ ബാലകൃഷ്ണൻ, ഞാനിവിടെ വീഡിയോയിൽ കാണുന്ന ശ്രീമതി ഇന്ദിരാ ബാലകൃഷ്ണനാണ്. മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് സംസാരിച്ചോളൂ. എങ്ങനെയുണ്ടായി? തുറന്ന് പറയാം. എന്താണ് ഫീൽ ആയത്, അല്ലെങ്കിൽ എന്താണ് മനസ്സിനുണ്ടായ അനുഭവം ഈ മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ? മ്യൂട്ട് മാറ്റിക്കോളൂ കേട്ടോ, മ്യൂട്ട് മാറ്റിക്കൊണ്ട് സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ശ്രീമതി ഇന്ദിരാ ബാലകൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല, കാരണം മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം കേൾക്കുന്നില്ല. വേറെ ആരാണ്? അമ്മ പറഞ്ഞോളൂ. എനിക്ക് ആദ്യം ഞാനിങ്ങനെ കൈ മലത്തി വയ്ക്കാൻ വയ്യായിരുന്നു കേട്ടോ. കുറെ കഴിഞ്ഞപ്പോ കൈ മലത്തി വെക്കാനായി. തൊടയിരിക്കുന്ന മലത്തി വെക്കണ്ട കൈ, ഒരു കൈ മലത്തി വെക്കാൻ വയ്യായിരുന്നു. ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തന്നെ ശ്രദ്ധ ചെലുത്തിയപ്പോ ഇപ്പൊ കൈ മലത്തി വെക്കാനായി. അതെ, മറ്റേ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു കൈ മലത്തി വെക്കാൻ വയ്യ, ഇങ്ങനെ മലത്തി വെക്കണ്ടേ. ഇപ്പൊ ഇച്ചിരി മലത്തി വെക്കാനായി. ഇപ്പൊ തൊട വരച്ചപ്പോ അങ്ങനെ മലത്തി വെക്കാൻ പറ്റും. അതൊരു ശരിക്കുള്ള ഒരു അനുഭവം കേട്ടോ. അതെ 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 അതെ. എന്നും ചെയ്താ നല്ലതായിരിക്കും അല്ലേ? ശ്രീമതി രമാ നായർ, ഉഷേട്ടത്തി, ശ്രീമതി സീത, ആർക്കെങ്കിലും മുന്നോട്ട് വന്നോളൂ. ശ്രീമതി മീന. നമ്മുടെ കുടുംബം ആദിശങ്കര കുടുംബമാണ്. അതിനകത്ത് അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയുള്ളതൊന്നുമല്ല. കുടുംബത്തിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. യാതൊരു മടിയില്ലാതെ മുന്നോട്ട് വരിക. നമസ്തേ ജയശങ്കര. ജയശങ്കര. ഞാന് വളരെ താമസിച്ചാണ് കയറിയത്, ഇതിന്റെ അവസാന ഭാഗത്തായി പോയി. അതുകൊണ്ട് എനിക്കത് മുഴുക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്ന് ചിദാനന്ദപുരി സ്വാമികളുടെ ഒരു ഉപനിഷത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് 6 മണി മുതൽ 8 മണി വരെ എന്നാ പറഞ്ഞത്. എന്നാലും നമ്മൾ 8:15 കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംശയ നിവാരണവും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്. അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ അവസാന ഭാഗമായി കയറാൻ
തീർച്ചയായിട്ടും നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോളെ, അപ്പൊ തീർച്ചയായിട്ടും ആ നമുക്ക് യൂട്യൂബിൽ അത് അതിന് ഞാൻ കാണാറുണ്ട്, യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്നത് കാണാറുണ്ട്. ഓക്കെ ഓക്കെ. ആ, നമസ്തേ. നമസ്തേ ജയശങ്കര. ശ്രീമതി മീന എസ് എന്തോ പറയാൻ വന്നിരുന്നു തോന്നുന്നു, മ്യൂട്ട് മാറ്റിയിരുന്നു. എന്തെങ്കിലും സംസാരിക്കണം സംസാരിച്ചോളൂ. വേറെ ആരെങ്കിലും? ശ്രീമതി സീത, ആർക്കൊന്നും പറയാനില്ലേ? എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആത്മായനം 2025 അയോധ്യ, വാരണാസി, പ്രയാഗ്രാജ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് യാത്ര തിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നടത്തിയ ഈ ഒരു മെഡിറ്റേഷൻ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ദിവസവും, ഇപ്പം സീകലയെടുത്ത് പറഞ്ഞതുപോലെ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നേരം ഈ ഒരു മെഡിറ്റേഷൻ പാലിക്കുക. അതേപോലെ ശ്രീകാന്തിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ദിവസവും നിങ്ങൾ ഒരു 3-5 കിലോമീറ്ററെങ്കിലും നടക്കുക, അതേപോലെ പ്രാണായാമം, ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും അതുകൊണ്ട് ഫലമുണ്ടാകും. നമ്മളെല്ലാം ഈശ്വരനെ, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പം അതിൽ ഭഗവാനെ ആ ഒരു നിമിഷം കിട്ടുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട്, നിർവൃതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്രകളെല്ലാം നടത്തുന്നത്. തീർച്ചയായും അതിനെല്ലാം നിങ്ങൾക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു യാത്ര ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ ആശംസിക്കുന്നു. എന്തായാലും ഇന്നിവിടെ ഈ ക്ലാസ് നടത്തുവാൻ സമയമില്ലാഞ്ഞിട്ട് കൂടി ഇതിൽ എത്തിച്ചേർന്ന ശ്രീകലേട്ടത്തേക്ക് ആദിശങ്കര ഫൗണ്ടേഷന്റെ പേരിലുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ജയശങ്കര. ലോക സമസ്ത സുനോ ഭവന്തു. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 നമസ്കാരം.